ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൈസൂർ ദാൽ വെച്ചിട്ടുള്ള കറിയാണ്. അതിൽ കുറച്ച് സാമ്പാർ ചീര, അതുപോലെ തക്കാളി, സവോള, ക്യാപ്സിക്കം, 2 ഗാർലിക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 2 തക്കാളി ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഈ ചീര എല്ലാവർക്കും അറിയായിരിക്കും, സാമ്പാർ ചീര എന്ന് പറയും. നല്ല ടേസ്റ്റാണ് സാമ്പാർ വയ്ക്കാനും കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് പല തോരൻ വയ്ക്കാം, അങ്ങനെ പല കറികളും വയ്ക്കാം. ഞാനിത് കുക്കറിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട് ദാൽ. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്നിച്ച് തന്നെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ചീര അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. ചീരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചീര ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളകിന് പകരമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ഇത് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ഹെൽത്തിയുമാണ്. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ഞാൻ കടുവറുത്തൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരത്തക്കവണ്ണം വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു അരവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 3 പിടി തേങ്ങയും കുറച്ച് പെരിഞ്ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. വെന്ത പരിപ്പും വെജിറ്റബിൾസും കൂടെ ഞാനൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചോറിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി പോകും. നല്ല ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്